സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാറില്ലേ? കഴിഞ്ഞ ക്രിസ്മസിന് ഒരമ്മച്ചി ആ അമ്മച്ചിയുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. കുർബാനയെല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ അടുക്കലെത്തി. ഞാൻ ചെല്ലുന്നത് നോക്കി വീടിൻ്റെ മുൻവശത്ത് അമ്മച്ചിയുണ്ട്. തൊട്ടടുത്ത് കുറച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. ഒരു ജപമാലയും അവിടെ ഇരിപ്പുണ്ട്. എന്നെ കണ്ടു മാത്രയിൽ അമ്മച്ചി പറഞ്ഞു, മോൻ വന്നല്ലോ, സന്തോഷമായെന്ന്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, സുഖമാണോ? മക്കളൊക്കെ വിളിക്കാറുണ്ടോ? അമ്മച്ചി പറഞ്ഞു, അച്ചോ 8 മക്കളുണ്ട്, വിളിക്കാറൊക്കെയുണ്ട്, പക്ഷേ അവരുടെ സാന്നിധ്യം എനിക്കില്ല. ഞാനിപ്പോൾ ഓർക്കുക ചെയ്യുന്നത് 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അല്പം മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വൈകല്യമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാൻ ആരോഗ്യമുള്ള 8 പേർക്ക് ജന്മം കൊടുത്തതാണ് എൻ്റെ തെറ്റ് എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് വലിയ വേദനയോടെയാണ് ആ അമ്മച്ചി പറഞ്ഞത്. കാരണം ഏകാന്തത, അതിൻ്റെ വേദന, അത് പ്രദാനം ചെയ്യുന്ന വേദന, അത് വർണ്ണിക്കുവാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇതുപോലെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടും. പ്രിയപ്പെട്ടവരുടെ നിര്യാണം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷേ ഒറ്റയ്ക്ക്, ആരും ഒന്നിനും ഒരു സപ്പോർട്ടുമില്ല. ഈ അവസ്ഥയെ അതിജീവിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അമ്മയും വലിയ വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, ഏകാന്തതയിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ അമ്മ ആ വേദനയെ എല്ലാം അതിജീവിച്ചു. എങ്ങനെയാ അതിജീവിച്ചത്? അതായത് ഒരു നിത്യജീവിതമുണ്ട് എന്ന്, മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അതാണ് അമ്മയ്ക്ക് ഈ വേദനകളെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എല്ലാം കടന്നു പോകും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാം, സന്തോഷത്തോടെ നമ്മൾക്ക് ജീവിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.